എല്ലാവർക്കും നമസ്കാരം. നമ്മളിന്ന് സംസാരിക്കാൻ പോകുന്നത് വളരെ പ്രധാനപ്പെട്ട ഒരു നിയമവിഷയത്തെക്കുറിച്ചാണ്. മോർട്ട്ഗേജ് അല്ലെങ്കിൽ നമ്മുടെ സാധാരണ പറയുന്ന പണയം. നമ്മുടെ കയ്യിലുള്ള ഒരു പ്രോപ്പർട്ടി വെച്ചിട്ട് വലിയ സാമ്പത്തിക ആവശ്യങ്ങൾ വരുമ്പോൾ അതിനെ എങ്ങനെ നിയമപരമായി ഉപയോഗിക്കാമെന്ന് നമുക്ക് വളരെ ലളിതമായിട്ടൊന്ന് മനസ്സിലാക്കിയെടുക്കാം. ഒന്ന് ആലോചിച്ചു നോക്കൂ. നമുക്ക് ഒരു വലിയ തുക ലോണായിട്ട് വേണം. ചിലപ്പോൾ ഒരു വീട് വാങ്ങാനായിരിക്കാം, അല്ലെങ്കിൽ ഒരു പുതിയ ബിസിനസ് തുടങ്ങാൻ. അങ്ങനെ ഒരു സാഹചര്യത്തിൽ നമ്മുടെ സ്വന്തം പേരിലുള്ള ഒരു വീടോ അല്ലെങ്കിൽ ഒരു സ്ഥലമോ ആ ലോൺ കിട്ടാനുള്ളൊരു താക്കോലായിട്ട് മാറിയാലോ? ആ ഒരു ആശയമാണ് നമ്മളിന്ന് വിശദമായി നോക്കാൻ പോകുന്നത്. ശരി, അപ്പോൾ നമുക്ക് നേരെ വിഷയത്തിലേക്ക് വരാം. എന്താണ് ഈ മോർട്ട്ഗേജ് അഥവാ പണയം? വളരെ സിമ്പിളായിട്ട് പറഞ്ഞാൽ ഇതൊരു സെക്യൂരിറ്റി മെക്കാനിസമാണ്. അതായത് നമ്മൾ എടുക്കുന്നൊരു കടത്തിന് പകരമായി ഞാനിത് തിരിച്ചടച്ചോളാം എന്നതിനൊരു ഉറപ്പായിട്ട് നമ്മുടെ ഒരു സ്ഥാവര വസ്തു ഈടായി നൽകുന്ന ഒരു നിയമപരമായ പ്രക്രിയ. അത്രയുള്ളൂ. ഇതാണ് മിക്കവാറും എല്ലാവർക്കും ഒരു കൺഫ്യൂഷൻ വരുന്ന പോയിന്റ്. അതുകൊണ്ട് ശ്രദ്ധിച്ചു കേൾക്കണം കേട്ടോ. ഇതൊരിക്കലും ഒരു വിൽപ്പനയല്ല. നിങ്ങൾ നിങ്ങളുടെ പ്രോപ്പർട്ടി അവർക്കങ്ങ് വിൽക്കുകയല്ല ചെയ്യുന്നത്. പകരം ആ വസ്തുവിലുള്ള ഒരു നിശ്ചിത താൽപ്പര്യം, ഒരു ഇൻട്രസ്റ്റ് മാത്രം ആ ലോണിന് ഒരു ഗ്യാരണ്ടിയായിട്ട് കൈമാറുന്നു. നിങ്ങളുടെ പൂർണ്ണമായ ഉടമസ്ഥാവകാശം എപ്പോഴും നിങ്ങളുടെ കയ്യിൽ തന്നെ ഭദ്രമായിരിക്കും. അപ്പോൾ ഈ പറയുന്ന കാര്യങ്ങൾക്കൊക്കെ ഒരു നിയമപരമായ അടിസ്ഥാനം വേണ്ടേ? വേണം. ഇന്ത്യയിൽ 1882 ട്രാൻസ്ഫർ ഓഫ് പ്രോപ്പർട്ടി ആക്ടിലെ സെക്ഷൻ 58A മോർട്ട്ഗേജ് എന്താണെന്ന് വളരെ വ്യക്തമായിട്ട് നിർവചിക്കുന്നത്. അപ്പോൾ നമ്മുടെ ഈ ചർച്ച മുഴുവനും ഈ നിയമത്തെ അടിസ്ഥാനമാക്കിയാണ് മുന്നോട്ടു പോകുന്നത്. ഈ കാണുന്നതാണ് നിയമത്തിൽ പറയുന്ന ഡെഫിനിഷൻ. വായിക്കുമ്പോൾ ചിലപ്പോൾ കുറച്ച് കോംപ്ലിക്കേറ്റഡ് ആയിട്ട് തോന്നാം, അല്ലേ? ഒരു കടത്തിന്റെ തിരിച്ചടവ് ഉറപ്പാക്കാൻ വേണ്ടി ഒരു നിശ്ചിത സ്ഥാവര വസ്തുവിലുള്ള ഒരു താൽപ്പര്യം കൈമാറ്റം ചെയ്യുന്നത്. പക്ഷെ പേടിക്കുക വേണ്ട, നമുക്കിതിലെ ഓരോ വാക്കും എന്താണ് ഉദ്ദേശിക്കുന്നതെന്ന് സിമ്പിളായിട്ട് പൊളിച്ചെടുക്കാം. ഒരു ഇടപാടിന് നമുക്ക് നിയമപരമായി മോർട്ട്ഗേജ് എന്ന് വിളിക്കണമെന്നുണ്ടെങ്കിൽ ഈ 4 കാര്യങ്ങളും അവിടെ നിർബന്ധമായും ഉണ്ടായിരിക്കണം. ഒന്നാമത്തേത് ഒരു താൽപ്പര്യത്തിന്റെ കൈമാറ്റം. ഓർക്കണം, ഇത് മുഴുവൻ ഓണർഷിപ്പും കൊടുക്കുന്നതല്ല, ഒരു ഇൻട്രസ്റ്റും മാത്രം. 2, ഒരു നിശ്ചിത സ്ഥാവര വസ്തു, അതായത് ഏത് വസ്തുവാണെന്ന് കൃത്യമായി പറഞ്ഞിരിക്കണം. മൂന്നാമത്തേത് സുരക്ഷ എന്ന ലക്ഷ്യം. എന്തിനാണ് ഇത് ചെയ്യുന്നത്? ആ കടത്തിന് ഒരു സെക്യൂരിറ്റി കൊടുക്കാൻ വേണ്ടി മാത്രം, വേറെ ഒരു ഉദ്ദേശവും പാടില്ല. അവസാനം 4-മത്തേത് ഒരു കടം വേണം. അത് ചിലപ്പോൾ ഓൾറെഡിയുള്ള കടമാകാം, അല്ലെങ്കിൽ ഭാവിയിൽ വരാൻ പോകുന്നൊരു കടത്തിനു വേണ്ടിയുമാകാം. ഓക്കെ, ഇനി നമുക്ക് ഈ കളിയിലെ പ്രധാന താരങ്ങളെ ഒന്ന് പരിചയപ്പെടാം. കുറച്ച് പ്രധാനപ്പെട്ട വാക്കുകളുണ്ട്. അത് മനസ്സിലാക്കിയാൽ പിന്നെ കാര്യങ്ങൾ വളരെ എളുപ്പമാണ്. ഒരു ഉദാഹരണം വെച്ച് പറയാം, അപ്പോൾ പെട്ടെന്ന് മനസ്സിലാവും. നിങ്ങൾ ഒരു ബാങ്കിൽ നിന്ന് ഒരു ഹോം ലോൺ എടുക്കുകയാണെന്ന് വിചാരിക്കുക. ഇവിടെ നിങ്ങളുടെ വസ്തു പണയം വെക്കുന്ന ആളാണല്ലോ നിങ്ങൾ. അപ്പോൾ നിങ്ങളെയാണ് നമ്മൾ മോർട്ട്ഗേജർ എന്ന് വിളിക്കുന്നത്. നിങ്ങൾക്ക് പണം തരുന്ന ബാങ്കാരാ, അവരാണ് മോർട്ട്ഗേജി. ഇനി നിങ്ങൾ തിരിച്ചടയ്ക്കേണ്ട മുതലും പലിശയുമെല്ലാം ചേർന്ന ആ മൊത്തം തുകയെ മോർട്ട്ഗേജ് മണി എന്ന് പറയും. ഈ കാര്യങ്ങളെല്ലാം എഴുതിവെക്കുന്ന ആ നിയമപരമായ പ്രമാണമുണ്ടല്ലോ, അതാണ് മോർട്ട്ഗേജ് ഡീഡ്. സിമ്പിളല്ലേ? ഇനിയാണ് നമ്മൾ ഈ വിഷയത്തിലെ ഏറ്റവും നിർണായകമായ, ഏറ്റവും ക്രൂഷ്യലായ ഭാഗത്തേക്ക് വരുന്നത്. ഒരു പണയവും ഒരു തീരെഴുത്തും, അതായത് ഒരു മോർട്ട്ഗേജും ഒരു യഥാർത്ഥ വിൽപ്പനയും തമ്മിലുള്ള അടിസ്ഥാനപരമായ വ്യത്യാസം എന്താണ്? ഇത് മനസ്സിലാക്കിയാൽ നിങ്ങൾക്ക് മോർട്ട്ഗേജിന്റെ കോർ ഐഡിയ പിടികിട്ടി. ഈ ടേബിളിലേക്കൊന്ന് നോക്കിക്കേ. മോർട്ട്ഗേജിലെ ഒരു പരിമിതമായ താൽപ്പര്യം, ഒരു ലിമിറ്റഡ് ഇൻട്രസ്റ്റ് മാത്രമാണ് കൈമാറുന്നത്. പക്ഷേ ഒരു വിൽപ്പനയിലോ അബ്സല്യൂട്ട് ഓണർഷിപ്പ്, അതായത് പൂർണ്ണമായ ഉടമസ്ഥാവകാശം തന്നെ അങ്ങ് പോകും. മോർട്ട്ഗേജിന്റെ ലക്ഷ്യം കടം സുരക്ഷിതമാക്കൽ മാത്രമാണ്. വിൽപ്പനയുടെ ലക്ഷ്യം ഒരു വില വാങ്ങി ഉടമസ്ഥാവകാശം എന്നേക്കുമായി കൈമാറുക എന്നതാണ്. പക്ഷേ ഇതിലെ ഏറ്റവും വലിയ വ്യത്യാസം, പണയത്തിൽ കടം വാങ്ങിയയാൾക്ക് എപ്പോഴും റൈറ്റ് ഓഫ് റിഡംഷൻ അഥവാ വീണ്ടെടുക്കാനുള്ള അവകാശമുണ്ടായിരിക്കും. വിൽപ്പനയിൽ അങ്ങനെയൊന്ന് ചിന്തിക്കാൻ പോലും പറ്റില്ല. അപ്പോൾ എന്താണ് ഈ പറഞ്ഞ റൈറ്റ് ഓഫ് റിഡംഷൻ? ഇതിനെ ഒരു മോർട്ട്ഗേജിന്റെ ആത്മാവ് എന്നൊക്കെ വേണമെങ്കിൽ പറയാം. നിങ്ങൾ വായ്പയെടുത്ത മുഴുവൻ തുകയും അതിന്റെ പലിശ സഹിതം തിരിച്ചടച്ചു കഴിഞ്ഞാൽ നിങ്ങളുടെ വസ്തുവിന്റെ മേലുണ്ടായിരുന്ന എല്ലാ അവകാശങ്ങളും പൂർണ്ണമായിട്ടും തിരികെ ലഭിക്കാനുള്ള നിങ്ങളുടെ നിയമപരമായ അവകാശമാണിത്. ഈ ഒരൊറ്റ അവകാശം മതി പണയത്തെ വിൽപ്പനയിൽ നിന്ന് ശക്തമായി വേർതിരിച്ചു നിർത്താൻ. പിന്നൊരു പ്രധാനപ്പെട്ട കാര്യം പറയാനുണ്ട്. നമ്മൾ മോർട്ട്ഗേജ് എന്ന വാക്ക് നിയമപരമായി ഉപയോഗിക്കുന്നത് ഭൂമി, കെട്ടിടങ്ങൾ, അതായത് ഒരിടത്തു നിന്ന് മറ്റൊരിടത്തേക്ക് മാറ്റാൻ പറ്റാത്ത ഇമ്മൂവബിൾ പ്രോപ്പർട്ടിയുടെ കാര്യത്തിൽ മാത്രമാണ്. നമ്മൾ സ്വർണമൊക്കെ കൊണ്ടുപോയി പണയം വെക്കാറില്ലേ? അതിനെ നിയമത്തിന്റെ ഭാഷയിൽ പ്ലെഡ്ജ് എന്നാണ് പറയുന്നത്, മോർട്ട്ഗേജ് എന്നല്ല. ഓക്കെ, അപ്പോൾ നമ്മൾ ഇത്രയും നേരം പറഞ്ഞ കാര്യങ്ങളൊക്കെ ഒന്ന് ചുരുക്കി പറഞ്ഞാലോ? ഇതിൽ നിന്ന് നിങ്ങൾ ഓർത്തിരിക്കേണ്ട ഏറ്റവും പ്രധാനപ്പെട്ട പോയിന്റ്സ് എന്തൊക്കെയാണെന്ന് നോക്കാം. അപ്പോൾ
ചുരുക്കി പറഞ്ഞാൽ ഒരു മോർട്ട്ഗേജ് എന്ന് പറയുന്നത് ഒരു ലോണിന് കൊടുക്കുന്ന ഒരു സെക്യൂരിറ്റി മാത്രമാണ്. അതൊരിക്കലും ഒരു ഓണർഷിപ്പ് കൈമാറ്റമല്ല. കടം വാങ്ങുന്ന ആൾ, അതായത് മോർട്ട്ഗാജർ, കടം കൊടുക്കുന്ന മോർട്ട്ഗേജിക്ക് ഒരു ലിമിറ്റഡ് ഇൻട്രസ്റ്റ് നൽകുന്നു. ഇതിനെ ഒരു കച്ചവടത്തിൽ നിന്ന് വ്യത്യസ്തമാക്കുന്ന നിർണായക ഘടകം റൈറ്റ് ഓഫ് റിഡംഷൻ, അഥവാ പണം തിരിച്ചടച്ച് വസ്തു വീണ്ടെടുക്കാനുള്ള അവകാശമാണ്. ഇതിൻ്റെല്ലാം നിയമപരമായ അടിസ്ഥാനം 1852 ട്രാൻസ്ഫർ ഓഫ് പ്രോപ്പർട്ടി ആക്ടിലെ സെക്ഷൻ 58A ആണ്. പണയം എന്ന ആശയത്തിന്റെ അടിസ്ഥാന തത്വങ്ങൾ ഇപ്പോൾ നിങ്ങൾക്ക് ക്ലിയറായി എന്ന് ഞാൻ വിശ്വസിക്കുന്നു. ഇനി വസ്തുവുമായി ബന്ധപ്പെട്ട നിയമങ്ങളിലെ ഏത് വിഷയമാണ് നമ്മൾ അടുത്തതായി ഇതുപോലെ ലളിതമായി ചർച്ച ചെയ്യേണ്ടത്? നിങ്ങളുടെ അഭിപ്രായങ്ങളും നിർദ്ദേശങ്ങളും അറിയിക്കാൻ മടിക്കരുത്. അടുത്തൊരു വിഷയവുമായി വീണ്ടും കാണാം.